ബീജിംഗിന് സമീപമുള്ള മിങ് രാജവംശകാലത്തെ കുടീരങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. മൂടൽമഞ്ഞ് ഒരു പാട പോലെ ദൃശ്യങ്ങളെ മറയ്ക്കുന്നുണ്ട്. തണുപ്പും ചെറിയ മഴച്ചാറ്റിലുമൊക്കെ ഉണ്ടെങ്കിലും ധാരാളം സഞ്ചാരികൾ ഇന്നും ബീജിംഗിലെത്തിയിട്ടുണ്ട്. ടൂംസിന്റെ ഭാഗമായ പുരാതന കെട്ടുകളും മ്യൂസിയവും ഒക്കെ സന്ദർശിച്ച ശേഷം രാജവംശത്തിലെ പ്രമുഖരുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ഒരു കുന്നിന്റെ നെറുകയിലേക്കാണ് നടന്നു കയറുന്നത്. മിങ് ടൂംസിലെ ചാങ് ലിങ് കുടീരത്തിന്റെ ഭാഗമായ മിങ് ലോ അഥവാ ആത്മാവിന്റെ ഗോപുരമാണിത്. ഗോപുരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് അതിന്റെ മധ്യത്തിലൂടെ ഒരു വലിയ തുരങ്കം. ഈ തുരങ്കത്തിനും താഴെയാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്ന അറകൾ. അവിടേക്കിപ്പോൾ സഞ്ചാരികളെ കടത്തിവിടുന്നില്ല. ടവറിന്റെ മുകൾ നിലയിൽ കയറി നിന്ന് കാഴ്ചകൾ കാണാനേ സാധിക്കൂ. ജുണ്ടു പർവ്വതത്തിന്റെ താഴ്വാരത്ത് കണ്ടെത്തിയിട്ടുള്ള 13 രാജകീയ കുടീരങ്ങളിൽ ഏറ്റവും വലുത് ചാങ് ലിങ് ആണ്. മൃതദേഹം സംസ്കരിച്ച അറയ്ക്ക് മുകളിൽ ഒരു കുന്നു തന്നെ രൂപപ്പെടുത്തി അതിന്മേലാണ് ആത്മാവിന്റെ ഗോപുരം പണിതിരിക്കുന്നത്. പല റാമ്പുകളും പടവുകളുമൊക്കെ കയറി വേണം ഗോപുരമുകളിലെത്താൻ. വിവിധ ടൂർ കമ്പനികളിലെ ഗൈഡുമാർക്കൊപ്പം വന്ന നിരവധി സഞ്ചാരികൾ നടന്നു നീങ്ങുന്നു. മഞ്ഞും മഴയുമുള്ള ദിവസങ്ങളിലും ബീജിംഗിൽ സഞ്ചാരികളുടെ നല്ല തിരക്കായിരിക്കും. മിങ് ടൂംസിൽ മാത്രമല്ല, ടിയാനൻമെൻ സ്ക്വയറിലും വൻമതിലിനും മുകളിലുമൊക്കെ ഉണ്ടാവും ഈ തിരക്ക്. ആത്മാവിന്റെ ഗോപുരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഇതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചാങ് ലിങ് കുടീര കോംപ്ലക്സിന്റെ വിവിധ ഭാഗങ്ങൾ വ്യക്തമായി കാണാം. ഹോളി പാത്ത് എന്നറിയപ്പെടുന്ന കല്ലുപാകിയ വഴിയും പടിപ്പുരയും പൗല്യനുമെല്ലാം. കുന്നിന് മുകളിലെ ഗോപുരത്തിന്റെ ഒത്ത മധ്യവും ഒരു ടണൽ പോലെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ ഇങ്ങനെയൊരു ശിലാഖണ്ഡം നാട്ടി നിർത്തിയിരിക്കുന്നു. ഗവേഷകർ മെമ്മോറിയൽ സ്റ്റീലി എന്ന് പേരിട്ടിരിക്കുന്ന സ്തംഭമാണിത്. ചൈനീസ് ലിഖിതങ്ങളും വ്യാളി ചിത്രങ്ങളും ഒക്കെയുള്ള ഒരു കൽത്തൂൺ. ഗോപുരത്തിലും കുറെ സഞ്ചാരികളുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ ചൈനീസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം കുറഞ്ഞ വിലയുടെ റെയിൻകോട്ടും കുടയും വാങ്ങാൻ കിട്ടും. ടൂറിസ്റ്റുകളുമായി ഓരോ ബസ്സും എത്തുമ്പോൾ ധാരാളം കച്ചവടക്കാർ കുടയും മഴക്കൂട്ടുമായി ഇരച്ചെത്തുന്നത് പതിവാണ്. സുവനീറുകൾക്കും കരകൗശല വസ്തുക്കൾക്കും പുറമെ മഴക്കാലത്ത് കുടയും കോട്ടും ഇത്തരം കേന്ദ്രങ്ങളിൽ കച്ചവട വസ്തുക്കളായി അവതരിക്കുന്നു. വൻ വിൽപ്പനയുള്ള ചൈനീസ് പ്രോഡക്റ്റുകളാവുന്നു അവയും. ആത്മാവിന്റെ ഗോപുരത്തിൽ നിന്നും റാമ്പ് വഴി താഴേക്ക് നടക്കുകയാണ്. ഗോപുരത്തിന്റെ മറ്റൊരു വശത്തെ ടണലിലൂടെയാണ് ഇറങ്ങുന്നത്. മിങ് ടൂംബുകൾ ഇന്നൊരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമാണ്. മാനവചരിത്രത്തിൽ തന്നെ ഭരണസ്ഥിരതയുടെയും സാമൂഹ്യ സുരക്ഷയുടെയും കാലമായാണ് മിങ് രാജവംശകാലത്തെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. മംഗോളിയൻ വേരുകളുള്ള യുവാൻ രാജവംശത്തെ തകർത്ത് അധികാരത്തിലേറിയ മിങ് ഭരണാധിപതികൾ 276 വർഷമാണ് ചൈനയെ അടക്കി ഭരിച്ചത്. ആത്മാവിന്റെ ഗോപുരത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് രാവിലെ തന്നെ മിങ് ടൂംബുകൾ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരം 4 മണി വരെയും സഞ്ചാരികളുടെ ഈ ഒഴുക്ക് തുടരും. പുരാനിർമ്മിതികൾ പിന്നിട്ട് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാകയാൽ ഇവിടെ ധാരാളം സുവനീർ ഷോപ്പുകളുണ്ട്. ചൈനീസ് കരകൗശല വസ്തുക്കളാണ്. കൊന്തയും കുരിശും വരെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് ഇന്ന് എന്തും വാണിജ്യ വസ്തുക്കളാണ്. കമ്മ്യൂണിസത്തെ പോലും ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് തോന്നും. ടിബറ്റിൽ നിന്ന് ഞാൻ ഒരിക്കൽ വാങ്ങിയ തരം ബുദ്ധശിരസ് മുതൽ മാവോ ശില്പം വരെ ഇതിലുണ്ട്. എന്തിലും ഒരു കച്ചവട സാധ്യത കാണുന്നവരാണ് ചൈനക്കാർ. അങ്ങനെ നിൽക്കെ ഇതാ ആയിരക്കണക്കിന് ആളുകൾ കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. ടൂംബ് കണ്ട് മടങ്ങുന്ന ഒരു സംഘത്തിന് പിന്നാലെ ഞാനും നടന്നു. ഇവിടെ ഒരു ചെറിയ പടിപ്പുരയുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച ഒരു കവാട ഗോപുരം. ലിങ് സിയാങ് ആർച്ച് വേ എന്നറിയപ്പെടുന്ന ഈ കവാടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആത്മാവിന്റെ ഗോപുരം സന്ദർശിച്ച് മടങ്ങുന്നവർക്കൊപ്പം ടൂംബിൽ അടക്കം ചെയ്തിരിക്കുന്നവരുടെ പ്രേതാത്മാക്കളും പോരുമെന്നാണ് വിശ്വാസം. ഈ കവാടത്തിനിപ്പുറം വെച്ച് ഒരു മന്ത്രവാക്യം ഉച്ചരിച്ച് പാദങ്ങൾ ചവിട്ടിക്കുടഞ്ഞാൽ പ്രേതാത്മാവിന് പിന്നീട് കൂടെ വരാൻ കഴിയില്ല. കവാടം കടന്നെത്തുന്നത് ലിങ്കൻ ഹാളിനടുത്തേക്കാണ്. അതിന്റെ ഒരരികിലൂടെ ഉദ്യാനത്തിന്റെ അതിരുപറ്റി നടന്നു.
ചാറ്റൽ മഴയിൽ കുളിർത്തു നിൽക്കുകയാണ് മരങ്ങളും പുൽത്തകിടിയുമെല്ലാം. മിങ് ടൂംസിലേക്ക് ഞാൻ പ്രവേശിച്ച ആദ്യ പടിപ്പുര ഇതാണ്, മുസോളിയം ഗേറ്റ്. പടിപ്പുരയ്ക്ക് താഴെയുള്ള പാർക്കിംഗ് യാർഡിൽ ഞാൻ വന്ന വാഹനവും കാത്തുകിടപ്പുണ്ട്. പിന്നോട്ടു നോക്കുമ്പോൾ ടൂംസ് കണ്ടിറങ്ങി വരുന്ന സഞ്ചാരികളുടെ പ്രവാഹം കാണാം. ഗൈഡ് വാഹനത്തിന്റെ വാതിൽ തുറന്നു തന്നു. എനിക്ക് പുറമെ 5 പേർ കൂടി യാത്രികരായുണ്ട്. മിങ് ടൂംസിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി വൻമതിലിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ടൂർ ഗൈഡ് വിരുദ്ധനാണ്. ഇവിടെ ഗൈഡുകൾക്കെല്ലാം ചില കച്ചവട താൽപ്പര്യങ്ങളുണ്ട്. ചൈനയിൽ വന്നാൽ കച്ചവടം നടത്താതെ മടങ്ങാമെന്ന് കരുതേണ്ടതില്ല. ഏത് ടൂറിസ്റ്റിനെയും ചൈനീസ് പ്രോഡക്റ്റുകൾക്കിടയിലൂടെ ഒന്ന് സഞ്ചരിപ്പിച്ചിട്ടേ ഇവർ വിടൂ. ഇനി ഒരു സുവനീർ ഷോപ്പിലേക്കാണ് ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഉച്ചഭക്ഷണവും ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സുവനീർ ഷോപ്പിനകത്തുകൂടിയാവാനേ വഴിയുള്ളൂ. അതാണ് ഇവരുടെ കച്ചവട തന്ത്രം. മിങ് ടൂംസിന് പരിസരത്തെ ഗ്രാമവഴികളിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചു. ഒടുവിൽ വണ്ടിയെത്തിയത് ഒരു സുവനീർ ഷോപ്പിന് മുന്നിലാണ്. ജേഡ് ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര്. ജേഡ് എന്നാൽ ഒരുതരം പച്ചരത്നക്കല്ലാണ്. ജേഡ് കൊണ്ട് വിവിധ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയും ഷോറൂമും ഒക്കെയാണ് ഇത്. ഒരു ഭാഗത്ത് ജേഡിന്റെ ഒരു ശില്പമതിൽ. അതിനടുത്ത് നിന്ന് ഒരാൾ ജേഡിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അത്ഭുത സിദ്ധികളെക്കുറിച്ചും വിലയെക്കുറിച്ചുമൊക്കെ വാചാലനാവുന്നുണ്ട്. അതിനുശേഷം അയാൾ ഞങ്ങളെ നയിക്കുന്നത് ഒരു ഷോറൂമിലേക്കാണ്. ജേഡ് കൊണ്ടുള്ള ശില്പങ്ങളും ആഭരണങ്ങളും കൗതുക വസ്തുക്കളുമൊക്കെ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരിടം. ദേവീ വിഗ്രഹങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുടെ ശില്പാവിഷ്കാരവുമെല്ലാം ഇവിടെയുണ്ട്. വിവരണ പാഠത്തിനപ്പുറം കരകൗശലത്തിന്റെ ഗംഭീരമായ വിരുത് ഇവയിലെല്ലാം ഉണ്ടെന്നത് പറയാതെ വയ്യ. ഒരു ചില്ലുഭിത്തിക്കപ്പുറം കുറെ പേരിരുന്ന് ജോലി ചെയ്യുന്നതും കാണാം. ചെറുയന്ത്രങ്ങളും കരവിരുതും കൊണ്ട് ഇവർ ശിലാഖണ്ഡങ്ങളെ വിലയേറിയ കലാവസ്തുക്കളാക്കി മാറ്റുകയാണ്. പലതരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഈ തൊഴിലിൽ വർഷങ്ങളായുള്ള പരിചയമുണ്ട് ഇവർക്ക്. ഹാപ്പിനെസ് ബോൾ എന്നൊരു ചെറുഗോളത്തിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. പുരാതന ചൈനയിൽ നിലനിന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹാപ്പിനെസ് ബോൾ. ഇത്തരമൊരു ഗോളം വീട്ടിൽ സൂക്ഷിച്ചാൽ തലമുറകളോളം സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്നാണ് ചൈനക്കാർ പറയുക. ആദ്യകാലത്ത് രാജകൊട്ടാരങ്ങളിലും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭവനങ്ങളിലും മാത്രമേ ഇത് സൂക്ഷിച്ചിരുന്നുള്ളൂ. ഹാപ്പിനെസ് ബോളിന്റെ നിർമ്മാണം ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്ന നിലയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന രീതിയിലാണ് ഗോളങ്ങൾ. ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിക്കുന്നതെന്നോർക്കണം. ഇത്തരത്തിൽ ഒന്നിനകത്ത് മറ്റൊന്ന് എന്ന രീതിയിൽ 13 ഗോളങ്ങൾ വരെ കൊത്തി ഉണ്ടാക്കാറുണ്ട്. ഓരോ ഗോളവും കുടുംബത്തിലെ ഒരു തലമുറയുടെ പ്രതീകമാണ്. ഏറ്റവും പുറമേയുള്ള ഗോളത്തിൽ വ്യാളി രൂപങ്ങളും മറ്റും കൊത്തിവെച്ച് മനോഹരമാക്കിയിരിക്കും. ഹാപ്പിനെസ് ബോളിന്റെ നിർമ്മാണം കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. വൃദ്ധരും ചെറുപ്പക്കാരുമൊക്കെ ഈ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. പണി പൂർത്തിയായ ഭാഗ്യഗോളങ്ങൾ ഒരു ഭാഗത്ത് നിരത്തിവെച്ചിരിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ, ജേഡുകൊണ്ട് പിടിയിട്ട കത്തിയും മുള്ളും സ്പൂണുകളും എന്നിങ്ങനെ പലതുമുണ്ട് ഇവിടെ. അടുത്ത ഹാൾ വലിയൊരു ഷോറൂമാണ്. ഇവിടെ ആഭരണങ്ങൾ മാത്രമല്ല ഉള്ളത്. അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങൾ. വ്യാളിയും കടുവയും പുലിയുമൊക്കെയുണ്ട്. പിന്നെ ആഭരണങ്ങളും. ചൈനീസ് ചക്രവർത്തിമാരുടെ പൂർണ്ണകായ പ്രതിമകൾ. ആഭരണങ്ങളൊന്നും ഒരു സാധാരണ ഇന്ത്യൻ സഞ്ചാരിക്ക് പ്രാപ്യമായവയല്ല. വൻ വിലയാണ് ഇവയ്ക്ക് ഓരോന്നിനും. ജേഡ് തന്നെ പല നിറങ്ങളിലുള്ള പാത്രങ്ങളും ശില്പങ്ങളുമായി മാറിയിരിക്കുന്നു. ധാരാളം മൃഗരൂപങ്ങൾ. ചൈനീസ് സോഡിയാക് സൈനുകളിൽ മൃഗങ്ങൾക്കാണ് പ്രാമുഖ്യം. സ്വന്തം സോഡിയാക് സൈൻ രൂപം വാങ്ങി വീടുകളിൽ സൂക്ഷിക്കുന്ന പതിവും ചൈനക്കാർക്കുണ്ട്. മറ്റു നാടുകളിൽ നിന്നെത്തിയ ചൈനീസ് വംശജർ തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രധാന ഉപഭോക്താക്കൾ. ഇവിടുത്തെ വിൽപ്പനക്കാരികളും ടൂർ ഗൈഡുകളെ പോലെയാണ്.
ഗുണഗണങ്ങൾ വർണ്ണിച്ചുള്ള പ്രസംഗത്തിലൂടെ ആളുകളെ വീഴ്ത്തിക്കളയും. ധാരാളം ഹാപ്പിനെസ് ബോളും ഫ്ലവർ വേസുകളും കൂജകളും പലതരം പാത്രങ്ങളുമൊക്കെയുണ്ട്. കല്ലിൽ കൊത്തിയുണ്ടാക്കിയവയാണ് ഇതെല്ലാം എന്നോർക്കണം. ഇതൊക്കെ ക്യാമറയിൽ പകർത്തിയെടുക്കുക എന്നതിനപ്പുറം വില കൊടുത്തു വാങ്ങൽ എന്റെ ലക്ഷ്യമല്ല. വാങ്ങിയാലും ഇല്ലെങ്കിലും ഇതിനുള്ളിലൂടെ ഒന്ന് ചുറ്റിയടുപ്പിക്കാതെ നമ്മെ പുറത്തുവിടുകയില്ല എന്നത് വേറെ കാര്യം. സുവനീർ കടകളിലൂടെ കുറേ നേരം ചുറ്റി നടന്ന ശേഷം ഞാൻ എത്തിയത് ഭക്ഷണശാലയിലേക്കാണ്. ഇവിടെ ഓരോ സംഘത്തിനും വേണ്ടി പ്രത്യേക മേശകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ വന്ന വാഹനത്തിലുള്ള എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു. 2 യുവതികൾ ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ വട്ടമേശയുടെ മധ്യത്തിലെ കറങ്ങുന്ന ഭാഗത്ത് കൊണ്ടുവന്നു വെച്ചു. കുറേ വിഭവങ്ങളുണ്ട്. ഓരോരുത്തരും സ്വയം വിളമ്പി കഴിച്ചുകൊള്ളണം. സമൃദ്ധമായ ചൈനീസ് വിഭവങ്ങളാണ്. എങ്കിലും ഇതിനു മുൻപൊരിക്കൽ ബീജിംഗിൽ വന്നപ്പോൾ ഇത്തരമൊരു ഭോജനശാലയിൽ നിന്ന് കഴിച്ചത്ര വൈവിധ്യം ഇവിടെയില്ല. ഭക്ഷണശേഷം പുറത്തേക്ക് നടന്നു. അന്തരീക്ഷം ഇപ്പോഴും മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഗൈഡും ഡ്രൈവറുമൊക്കെ ഭക്ഷണം കഴിച്ചെത്തിയിരിക്കുന്നു. പറഞ്ഞ സമയം പാലിക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. വൻമതിലിനടുത്തേക്കാണ് ഇനി പോകുന്നത്. വൻമതിലിന്റെ ബീജിംഗ് നഗരത്തോട് ഏറ്റവും അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. ഒളിമ്പിക്സ് നാളുകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 10,000-കണക്കിന് ആളുകൾ വൻമതിൽ കാണാൻ പോയിരുന്ന വഴി. തനി ഗ്രാമീണമായ കാഴ്ചകളും ഈ യാത്രക്കിടെ കാണാനാവും. ബീജിംഗ് നഗരത്തോട് ചേർന്നുള്ള ഭാഗങ്ങൾ തന്നെയാണിത്. പാതയോരത്തെ ഗ്രാമീണ വീടുകളുടെ ഭിത്തിയും മതിലും മറ്റും കാണുക. ചാരനിറവും വെളുപ്പും കൊണ്ട് അതൊന്ന് വൃത്തിയാക്കി വച്ചിരിക്കുന്നു. ഒളിമ്പിക്സ് കാലത്തെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമാണത്. ചോളവയലുകളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ പിന്നിട്ടാണ് യാത്ര. വലിയ മതിലുകൾ കൊണ്ട് ഗ്രാമങ്ങളെ കാഴ്ചയിൽ നിന്ന് മറച്ചിരിക്കുകയാണെന്ന് തോന്നും. ഇവിടെ ഒന്നിറങ്ങി ഗ്രാമീണ ജീവിതം ഷൂട്ട് ചെയ്യണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിലൂടെ വിദേശികൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനെ ഇവിടുത്തെ ടൂറിസം ബോർഡ് വിലക്കിയിട്ടുണ്ട്. ഒരു ടൂർ കമ്പനി സ്പോൺസർ ചെയ്തില്ലെങ്കിൽ വിദേശികൾക്ക് ചൈനയിലേക്ക് ടൂറിസ്റ്റ് വിസ കിട്ടില്ലെന്ന് തന്നെ പറയാം. സംഘമായി യാത്ര ചെയ്യുന്ന വിദേശികൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ടൂർ ഗൈഡുകളും ശ്രദ്ധിക്കുന്നു. ചൈനീസ് ഗ്രാമങ്ങളുടെ പുറംകാഴ്ച മാത്രമേ ഈ യാത്രയിൽ ലഭിക്കുന്നുള്ളൂ. മുൻപ് ഒരു തവണ ചൈനയിൽ വന്നപ്പോൾ ഞാൻ കൂടുതൽ ഗ്രാമക്കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരുന്നു. ഗുയിലിൻ, സിയാൻ, ഷെൻജൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്കും പോയിരുന്നു. ഇത്തവണ ഹ്രസ്വമായ ഒരു യാത്രയായതുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് തനിച്ചു പോകേണ്ടെന്നാണ് തീരുമാനം. ഇതൊക്കെ തന്നെയാണ് ചൈനീസ് ഗ്രാമങ്ങളുടെ ഒരു കാഴ്ച. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. അങ്ങനെ കുറേ ഗ്രാമങ്ങൾ പിന്നിട്ട് ഒടുവിൽ വാഹനമെത്തുന്നത് വൻമതിലിന്റെ ഭാഗമായ ഒരു കൊത്തളത്തിന് മുന്നിലേക്കാണ്. ഇവിടെ ഗുഹാസമാനമായ ഒരു കവാടമുണ്ട്. വൻമതിലാണ് തലയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്നത്. ജുയോങ് പാസ് എന്ന ഭാഗമാണിത്. ധാരാളം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. വലിയ ട്രാഫിക് ജാമിലാണ് വാഹനം വന്നുപെട്ടിരിക്കുന്നത്. മൂടൽമഞ്ഞും തണുപ്പും കൊണ്ട് പുലർക്കാലത്തിന്റെ പ്രതീതിയാണിവിടെ. ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി നടത്തം തുടങ്ങി. കാർ പിന്നാലെ എത്തിക്കൊള്ളുമെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുന്നുകയറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് കുറച്ചുനേരം കാത്തുനിന്നു. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ഗേറ്റ്. ടിക്കറ്റ് ഗേറ്റ് കടന്ന് മറുഭാഗത്തേക്കിറങ്ങി. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. ഞങ്ങളുടെ ഗൈഡ് ടിങ് മതിലിലൂടെ ഏതുവരെ പോകാമെന്നും മടക്കയാത്രയ്ക്കായി എവിടെ വെച്ച് കണ്ടുമുട്ടാമെന്നുമൊക്കെ പറഞ്ഞു തന്നു. ഇനി കുറേ നേരം തനിയെ നടക്കാം. ഒരു മലയുടെ വക്കിൽ നിന്നുകൊണ്ട് ഞാൻ എതിർഭാഗത്തെ മലനിരകളും അതിനു ചുവട്ടിലെ പുരാതന കെട്ടിടങ്ങളും മലയുടെ ഉച്ചിയിലേക്ക് ചൈനീസ് ഡ്രാഗനെ പോലെ നീണ്ടുകിടക്കുന്ന ലോകമഹാത്ഭുതമായ വൻമതിലുമൊക്കെ കണ്ടുനിന്നു. ചൈനീസ് വൻമതിൽ പോലൊരു അത്ഭുതം ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. 6325 കിലോമീറ്റർ നീളത്തിൽ മലകളിലൂടെയും താഴ്വരകളിലൂടെയും കടന്നു പോവുകയാണത്. ഇന്ത്യയുടെ ഏതാണ്ട് ഇരട്ടി നീളത്തിലാണ് മതിലിന്റെ കിടപ്പെന്നോർക്കണം. വൻമതിലിന്റെ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ നടന്നു. വൻമതിൽ ഒരൊറ്റ മതിലല്ല. പലയിടത്തും പല വീതിയിലും പല ഉയരത്തിലും നിർമ്മിച്ചിരിക്കുന്ന കോട്ടക്കൊത്തളങ്ങൾ തന്നെയാണിത്.
ചില ഭാഗങ്ങളിൽ കൂറ്റൻ ദുർഗങ്ങൾക്ക് സമാനമായ രീതിയിൽ വലിയ ഹാളുകളും മുറികളും പട്ടാളത്താവളങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളുമെല്ലാമുണ്ട്. ഇപ്പോഴും ഞാൻ മതിലിന് മുകളിലേക്ക് കയറിയിട്ടില്ല. വൻമതിലിന്റെ പല ഭാഗവും പുതിയ കാലത്ത് പുതുക്കി പണിതതാണ്. അതാത് പ്രദേശത്ത് കിട്ടുന്ന സാമഗ്രികൾ ഉപയോഗിച്ചാണ് ആദിമ രാജവംശങ്ങൾ വൻമതിൽ പണിതത്. ഗ്രാനൈറ്റ്, വെണ്ണക്കല്ല്, ചുണ്ണാമ്പുകല്ല്, മൺകട്ടകൾ, ചെളി, മരം എന്നിവയൊക്കെ ഓരോ ഭാഗത്തും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഞാനിതാ വൻമതിലിന് മുകളിലെത്തിയിരിക്കുന്നു. കേവലമായ ഒരു മതിലല്ല ഇത്. കൊട്ടാരക്കെട്ടുകൾ പോലെ കൊത്തളങ്ങൾ, പുരാതന ചൈനീസ് ശില്പവിദ്യയുടെ കാൽപ്പനിക ഭാവമുള്ള നിർമ്മിതികൾ, വീക്ഷാഗോപുരങ്ങൾ മുതൽ ആരാധനാ സ്ഥലങ്ങൾ വരെ മതിലിലുണ്ട്. എന്നാൽ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സാധാരണ കോട്ട തന്നെയാണ്. വനപ്രദേശത്തുകൂടിയും മലഞ്ചെരിവിലൂടെയും നീണ്ടുപോകുന്ന കൽക്കെട്ടുകൾ. ചിലയിടത്ത് വലിയ ഗർത്തങ്ങളിലൂടെയാണ് മതിൽ കടന്നുപോകുന്നത്. പലയിടത്തും ചെങ്കുത്തായ കയറ്റങ്ങൾ. മതിലിൽ കുത്തനെയുള്ള പടവുകളാണുള്ളത്. വളരെ ശ്രമപ്പെട്ടു തന്നെയാണ് ആളുകൾ അത് കയറുന്നത്. നൂറുകണക്കിന് സഞ്ചാരികൾ. ബീജിംഗിൽ വന്നാൽ വൻമതിലിൽ ഒന്ന് കയറാതെ മടങ്ങില്ല ടൂറിസ്റ്റുകൾ. സൂര്യപ്രകാശമില്ലാത്തതും മൂടൽമഞ്ഞും എന്റെ ചിത്രീകരണത്തിന്റെ മിഴിവിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ജനക്കൂട്ടത്തിനൊപ്പം വൻമതിലിന്റെ കഥയോർത്ത് നടക്കുകയാണ് ഞാനും. ഇവിടെ വൻമതിലിന് താഴെയായി ഒരു കെട്ടിട കോംപ്ലക്സ് ഉണ്ട്. വൻമതിലിൽ കാവൽ ശക്തമായിരുന്ന കാലത്തെ സൈനിക കേന്ദ്രമായിരുന്നു അത്. ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു ഭരണാധികാരിയുടെ ഉത്തരവിന്മേൽ നിർമ്മിച്ചതല്ല ഈ വൻമതിൽ. എത്രയോ നൂറ്റാണ്ടുകൾ, നിരവധി രാജവംശങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ. വൻമതിലിന്റെ ചരിത്രം അങ്ങനെയാണ്. BC 260 മുതൽ 210 വരെ ഭരിച്ച കിങ് ഷി ഹുവാങ്ങിന്റെ കാലത്താണ് ചൈനയിലെ മതിൽ നിർമ്മാണം തുടങ്ങിയതെന്ന് പറയാം. AD 14 മുതൽ 17 വരെ നൂറ്റാണ്ടുകളിൽ ചൈനയിൽ അധികാരത്തിലിരുന്ന മിങ് രാജവംശകാലം വരെ നിർമ്മാണം തുടർന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ ചില കെട്ടിടങ്ങളുണ്ട്. മിങ് രാജവംശകാലത്ത് മതിലിൽ നിർമ്മിച്ച 1,00,000 ലക്ഷത്തോളം വരുന്ന നിരീക്ഷണ നിലയങ്ങളിലൊന്നാണ് ഇത്. നിരീക്ഷണ ഗോപുരത്തിൽ പ്രത്യേക കാഴ്ചകളൊന്നുമില്ല. മിങ് ഭരണനാളുകളിൽ കുന്തങ്ങളുമേന്തി പട്ടാളക്കാർ സദാ ജാഗരൂകരായി നിന്ന നിരീക്ഷണ നിലയം. അതിൽ നിന്നും പുറത്തേക്ക് നടന്നിറങ്ങി. വീണ്ടും മുകളിലേക്ക് കയറാം. ഇനി അങ്ങോട്ടുള്ള നടത്തം കുറച്ചുകൂടി കഠിനമാണ്. വടക്ക് നിന്നുള്ള മംഗോൾ ഗോത്രങ്ങളുടെ ആക്രമണം തടയുന്നതിനാണ് ചൈനയിലെ ചക്രവർത്തിമാർ വൻമതിൽ നിർമ്മിച്ചതെന്നാണ് പൊതുവെയുള്ള ചരിത്രം. എന്നാൽ അതിർത്തി കാവലിന് പുറമെ സിൽക്ക് റൂട്ടിലൂടെയുള്ള വാണിജ്യത്തിന്റെ കപ്പം പിരിക്കൽ, വ്യാപാരം പ്രോത്സാഹിപ്പിക്കൽ, ചൈനക്കാർ അന്യനാടുകളിലേക്ക് പോകുന്നതിലും പുറനാട്ടുകാർ ചൈനയിലേക്ക് വരുന്നതിലും നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക എന്നിവയൊക്കെ ഈ മതിലിന് പിന്നിലെ ലക്ഷ്യമായിരുന്നു. മതിലിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു ചങ്ങലയുണ്ട്. അതിൽ റിബണുകളും താഴുകളുമൊക്കെ കാണുന്നു. പ്രണയം ശാശ്വതമായി നിലനിൽക്കുന്നതിനായി കമിതാക്കൾ പൂട്ടിയിടുന്നതാണ് താഴുകൾ. പല നാട്ടുകാരായ ടൂറിസ്റ്റുകളെ മാത്രമല്ല വൻമതിലിൽ കാണാനാവുക. ധാരാളം ചൈനക്കാർ എപ്പോഴും ഈ മതിലിലുണ്ടാവും. തങ്ങളുടെ നാടിന്റെ പൈതൃക സ്വത്തായ വൻമതിലിലേക്ക് ഇന്നാട്ടുകാർ തീർത്ഥാടനത്തിനെന്നോണമാണ് എത്തുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വൻമതിലിൽ കയറാത്തയാൾ ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നില്ല എന്ന മാവോയുടെ വാക്കുകളും ഏറെ പ്രശസ്തം. ഇവിടെ നിൽക്കുമ്പോൾ താഴെയുള്ള പഴയ പട്ടാള ബാരക്കുകൾ കൂടുതൽ വ്യക്തമായി കാണാം. ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് വില്ലേജാക്കി മാറ്റിയിരിക്കുകയാണ്. റെസ്റ്റോറന്റുകളും സുവനീർ കടകളുമൊക്കെ അവിടെയുണ്ട്. കൽക്കെട്ടിടങ്ങൾ ധാരാളമുള്ളതിനാൽ സ്റ്റോൺ വില്ലേജ് എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന്. ബീജിംഗിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വൻമതിൽ ഭാഗമെന്ന നിലയിൽ മിങ് രാജവംശകാലത്ത് ഇവിടെ വലിയൊരു സൈനിക താവളം തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും നടക്കുകയാണ്. ഇവിടെയുമുണ്ട് വലിയൊരു ഗോപുരം. വൻമതിലിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നതിലാണ് പലർക്കും കൗതുകം. ലോകാത്ഭുതങ്ങളിൽ ഇന്നും പ്രഭമങ്ങാതെ നിൽക്കുന്ന വൻമതിൽ സന്ദർശനം ആർക്കും ഒരിക്കലും മറക്കാനാവാത്ത അത്ഭുതം തന്നെയാണ്. പടവുകളുടെ ഉയരം കൂടിത്തുടങ്ങിയിരിക്കുന്നു. ഒരടിയിലേറെ ഉയരമുണ്ട് ഇവിടെയൊക്കെ ഓരോ പടിക്കും. കയറുന്നതിനേക്കാൾ പ്രയാസപ്പെട്ടാണ് പലരും ഇറങ്ങി വരുന്നത്.
ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്ന ഹാൻഡ് റെയിലുകൾ വലിയ സഹായം തന്നെയാണ്. എങ്കിലും കിതപ്പോടെയാണ് ആളുകൾ കയറുന്നത്. ഞാൻ ഒരു വിധത്തിൽ മുകളിൽ കയറിപ്പറ്റി. പലരും ഇനിയും മുകളിലേക്ക് പോകണമോ എന്ന ആശങ്കയിലാണ്. ചെറുപ്പക്കാരുടെ സംഘങ്ങളാകട്ടെ വളരെ ഉത്സാഹത്തിലാണ്. ക്ഷീണത്തോടെ ശരീരതാപം അകറ്റാൻ വീശു നിൽക്കുന്നവർക്കും കുട്ടികൾക്കുമിടയിൽ അടുത്ത ഘട്ടം കയറാനുള്ള തയ്യാറെടുപ്പോടെ ഞാൻ നിന്നു.